പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. എടവണ്ണയിലെ വഴിയോര വിശ്രമ കേന്ദ്രം ഉടൻ തുറക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ്. കുടിവെള്ള പദ്ധതിക്കും വൈദ്യുതീകരണത്തിനും നടപ്പുവർഷം തന്നെ തുക വകയിരുത്തുമെന്നും എടവണ്ണ കുണ്ടുതോട് പാലത്തിന് സമീപത്താണ് പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം നടക്കുന്നത് എന്നും അവർ പറഞ്ഞു. പഞ്ചായത്തിൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ഭരണസമിതി നടപടി തുടങ്ങി. ഇതിന്റെ മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് CT സുനീറ സമദ്, വൈസ് പ്രസിഡന്റ് കളത്തിങ്ങൽ സാജിദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V ഹൈദർ എന്നിവരുടെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കെട്ടിട നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ കുടിവെള്ള സൌകര്യം ഇതുവരെ ഒരുക്കാനായിട്ടില്ലെന്നും പഞ്ചായത്ത് തുക വകയിരുത്തി കിണർ നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. വൈദ്യുതീകരണത്തിനും തുക വകയിരുത്തേണ്ടതുണ്ട്. നടപ്പു പദ്ധതിയിൽ തന്നെ തുക വകയിരുത്താനാണ് ഉദ്ദേശമെന്ന് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ EA കരീം പറഞ്ഞു. കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയോരത്ത് കുണ്ടുതോട് പാലത്തിന് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് പഞ്ചായത്ത് പദ്ധതി ഒരുക്കിയത്. 2 ഘട്ടങ്ങളിലായി 17.22 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ഇതിനകം അനുവദിച്ചത്. ലഘുഭക്ഷണശാല ഉൾപ്പെടെയുള്ളവയ്ക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കാനും പദ്ധതിയുണ്ടെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ തങ്ങുന്ന മേഖലയാണ് ഇവിടം. വിനോദസഞ്ചാരികൾ തങ്ങുന്ന എടവണ്ണ അങ്ങാടിയിലെ ചാലിയാർ വ്യൂ പോയിന്റ് മേഖലയിൽ ഒരു ശൌചാലയം പോലുമില്ല. ഇതുകാരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രികർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. കുണ്ടുതോട് പാലത്തിന് സമീപത്തെ ഈ വിശ്രമ കേന്ദ്രം തുറന്നാൽ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. പണി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയും ബാക്കി പൂർത്തിയാകാനുണ്ട്. ഇവിടെ അടിയന്തരമായിട്ട് വേണ്ടത് വെള്ളമാണ്. വെള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം അവിടെ ഒരു കിണർ കുഴിക്കണം. അതിനിപ്പോൾ അടുത്ത വാർഷിക പദ്ധതിയിൽ അതിന് ഫണ്ട് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് വെള്ള സൗകര്യം ഏർപ്പാടാക്കിക്കൊണ്ട് ഇതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് ഇത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളിത് നോക്കാം. നിലമ്പൂർ മേഖലകളിലേക്കും ഇതര സംസ്ഥാന വിനോദസഞ്ചാര മേഖലകളായ ഗൂഡല്ലൂർ, ഊട്ടി, മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ദിവസവും 100 കണക്കിന് യാത്രികരാണ് ഇതുവഴി പോകുന്നത്. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.